ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാർത്തിക് സൂര്യയുടെ ഫേവറേറ്റ് ട്രിവാൻഡ്രം സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാൻ 2 ലെഗ് പീസും പിന്നെ അതിൻ്റെ ലിവറും ഒക്കെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾ 2 പേരേ ഉള്ളൂ കഴിക്കുക. അത് 2 പീസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി പ്ലസ് നമ്മുടെ സാധാരണ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് പൊടിച്ച പൊടിയാണ്. സോ അത് കുറച്ച് ചേർത്ത് കൊടുത്തു. ഇനി മല്ലിപ്പൊടി, സാധാരണ ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന ടൈമിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല. ഇതിൽ മല്ലിപ്പൊടി പറയുന്നുണ്ട് കേട്ടോ, ട്രിവാൻഡ്രം സ്റ്റൈൽ ചിക്കൻ ഫ്രൈ. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല, ഇനി കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകം, ഒരു 10-15 എണ്ണം. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങയ്ക്കകത്തൊന്നും വരുന്നില്ല, ഒരു ഉണങ്ങിയ നാരങ്ങയായിരുന്നു. ഫ്രിഡ്ജിലിരുന്ന നീരെല്ലാം വറ്റി ഉണങ്ങിയ നാരങ്ങയായിരുന്നു. അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു അരമുറി നാരങ്ങ. ഇനി ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഒരു കോഴിമുട്ട. ഇനി ഇതിലേക്ക് ഒരൽപ്പം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയും കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ഏലക്ക, 2 ഗ്രാമ്പൂ, 2 കറുവപ്പട്ട, ഇതൊക്കെ ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയന്റ് ചേർത്ത് കൊടുക്കാം. മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതെല്ലാം കൂടി നന്നായിട്ട് ചതച്ചെടുക്കാം. എന്താ നന്നായിട്ട് ചതച്ചെടുത്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് അതിനുശേഷം അരമണിക്കൂർ നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സിംഗ് ആണ് ഗായ്സ് മെയിൻ. ഇത് ഈ കോൺഫ്ലോറും മൈദയൊക്കെ ചേർക്കുമ്പോൾ കോൺഫ്ലോറും അരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ അരിപ്പൊടി ചേർക്കുമ്പോഴത്തേക്കിനും ഇതിനൊരു ക്രിസ്പിനെസ് കിട്ടും. കോൺഫ്ലോർ ചേർക്കുമ്പോഴത്തേക്കിനും ഈ നമ്മൾ ചേർത്ത പൗഡേഴ്സ് ഒക്കെ ഇതിൽ കോട്ടിംഗ് ആയിട്ട് നല്ല കോട്ടിങ് കിട്ടും. കണ്ടോ, നന്നായിട്ട് ഒന്ന് കോട്ടായിട്ടിരുന്നോളൂ. ലിവറൊക്കെ കൂടുതലുള്ളതുകൊണ്ടാട്ടോ ഇതിങ്ങനെ നടക്കുന്നു. അതിലൊക്കെ കയറി പിടിച്ചു, ചിക്കനെക്കാട്ടി കൂടുതൽ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാം. മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും വെക്കണം കേട്ടോ. കേട്ടെ, എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു മുട്ടയുടെ ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഇതെന്ന് വെച്ചാൽ 2 പേർക്ക് കഴിക്കാണ്ടല്ലോ അല്ലേ എടുത്തിട്ടുള്ളൂ. 1 കിലോ ചിക്കനൊക്കെ ഒരു മുട്ട ചേർത്താൽ മതി കേട്ടോ. മുട്ട ഇപ്പം പകുതി പൊട്ടിച്ചെടുത്തിട്ട് ബാക്കി മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇത് ക്യാമറയിൽ കാണുന്ന കളറല്ല ഇതിന്, നല്ലൊരു കളറാണ്. പക്ഷെ ക്യാമറയിൽ നോക്കുമ്പോൾ അത് ഒരുമാതിരി വെളുത്തിരിക്കുന്നു. നല്ല റെഡ് കളറാണ്. എൻ്റെ കൈ ഒന്ന് നോക്കട്ടെ, വേറൊരു കളർ പോലെ. അതെന്ത് പറ്റി? അയ്യോ, ഈ കളറല്ല കേട്ടോ, നല്ല റെഡ് കളറാണ് ഇതിന്. ഇതിവിടെ അരമണിക്കൂർ ഇരിക്കട്ടെ. അരമണിക്കൂറിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. അത് നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താലാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ നമുക്ക് 2-3 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ.
മറന്നുപോയി കറിവേപ്പിലയുടെ കാര്യം. ഇതാ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരം ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, ഇനി എനിക്ക് വയ്യ കൈ മെനക്കെടുത്ത. അതുകൊണ്ട് ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അടച്ചു വെച്ചേക്കാം. ഇനി അരമണിക്കൂറിന് ശേഷം കാണാം ഗായ്സ്. നമ്മൾ ചിക്കന് വെളിച്ചെണ്ണയിലാണ് വറക്കാൻ പോകുന്നത്. അരമണിക്കൂറോളം, ഞാൻ അരമണിക്കൂർ വെച്ചിട്ടില്ല, ഒരു 20 മിനിറ്റ് അത്രേ വെച്ചിട്ടുള്ളൂ. അരമണിക്കൂർ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എണ്ണയിലാണ് ചിക്കൻ വറക്കുന്നതിന് അത് ഫ്രൈ ചെയ്യുന്നതിന് മുൻപ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം, ഫ്രൈ ചെയ്യാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഒരല്പം ചൂട് കൂടിപ്പോയെന്ന് തോന്നുന്നു, തീ ഒരല്പം കൂടുതലായിരുന്നു. നമ്മൾ ചിക്കൻ ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇട്ടല്ല ഫ്രൈ ചെയ്യേണ്ടത്, വെളിച്ചെണ്ണയിൽ മുക്കിയിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വില ഓർക്കുമ്പോൾ മുക്കിയിടാനിട്ട് തോന്നുന്നില്ല ഗൈസ്. അത്ര വേസ്റ്റ് ആകുക കൂടിയല്ലേ ചെയ്യുന്നത്. സോ ഇത് നമ്മുടെ ലിവറൊക്കെയാണ് കേട്ടോ. ലിവറൊക്കെ ഉണ്ടായിരുന്നല്ലോ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചതിൽ. ഇനി നമുക്ക് ഈ കുറച്ച് ഗ്രേവി അധികം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കനെ മുകളിലോട്ടങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം. ഇത് ആ മുട്ട ചേർത്തത് കൊണ്ട് ഒരു പകുതി മുട്ടയുടെ ആവശ്യമുള്ളായിരുന്നു. പകുതി മുട്ട എടുത്തിട്ട് ബാക്കി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് മൊത്തത്തിൽ അങ്ങ് ഇട്ടതാ കേട്ടോ. അതാണ് ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് വന്നത്. ഇതിൽ നന്നായിട്ട് കോട്ടായിട്ടിരുന്നാണ്, കോൺഫ്ലോറും ഒക്കെ ഉള്ളത് കൊണ്ട്. ഇത് സത്യം പറഞ്ഞാൽ മുക്കിപ്പൊരിക്കേണ്ടതാണ്. ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് എണ്ണയിൽ മുക്കിപ്പൊരിക്കേണ്ടതാണ്. നമ്മൾ എണ്ണ പിന്നെ വേസ്റ്റ് അല്ലേ, പിന്നെ നമ്മളത് യൂസ് ചെയ്യത്തില്ലല്ലോ, അത് വെറുതെ പോകില്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. ഞാൻ അധികം വന്ന ഫ്ലെയിം കുറച്ചിട്ടായിരുന്നു. കുറച്ചൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിരിക്കുകയായിരുന്നു, ലോ ഫ്ലെയിമിൽ കിടക്കുകയായിരുന്നു. ഇനി നമുക്ക് ഇതവിടെ കിടന്ന് മൊരിഞ്ഞ് വരട്ടെ ഗൈസ്. വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്നിട്ട് നല്ല സ്മെല്ലടിക്കുന്നുണ്ട് ഇവിടെ. ഇളക്കാറായി. ലിവർ ഉള്ളത് കൊണ്ടൊന്ന് സൂക്ഷിക്കണം, എന്താ പൊട്ടിത്തെറിക്കും. തിരിച്ചിട്ടേക്കാം കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കാം. തിരിയടാ എടാ, തിരിയടാ. സൂക്ഷിക്കുക. ബി കെയർഫുൾ. അടച്ചിടാനും തിരിച്ചിടാനൊക്കെ നല്ല പ്രയാസമുണ്ട് ഗൈസ്. നമുക്ക് തിരിച്ചിടുന്ന സാധനം എടുത്താൽ മതിയായിരുന്നു. അങ്ങനെ നമ്മുടെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു. തിരിച്ചിട്ടിരിക്കുന്നു. നന്നായിട്ട് ഫ്രൈ ആയിട്ട് കേട്ടോ. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇവിടെ കിച്ചണിൽ നല്ല സ്മെല്ലുണ്ട്. നല്ലതെന്ന് പറഞ്ഞാൽ സൂപ്പർ സ്മെല്ലുണ്ട് ഗൈസ്. ഇതിൽ കണ്ടിട്ട് നമ്മുടെ ഇതുപോലെ ഇരിക്കുന്നല്ലോ, എന്താ ബ്രോസ്റ്റഡ് ഒക്കെ കണക്കിരിക്കുന്നത്. പക്ഷെ ബ്രോസ്റ്റഡ് പോലെ അല്ല ഗൈസ്, നല്ല റെഡ് കളറാണ്. ഇതെന്താ ഇങ്ങനെ ക്യാമറയിൽ കൂടി നോക്കിയിട്ട് ഈ ഒരു നിറം? എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. തിരിച്ചും മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലിവർ അവിടെ മറിയാതെ കിടക്കുന്നു, അവനെയും കൂടി മറിച്ചിടട്ടെ. 2 കോഴിയുടെ ലിവറാട്ടോ. അതാണ് ഈ വക സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൂടുതൽ. 2 ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലിവറൊക്കെ അന്നേരം തന്നെ എടുക്കണം, ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കൊള്ളത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ 2 കോഴിയുടെയും ലിവറും മാങ്ങയോ എന്തൊക്കെ അങ്ങനത്തെ കുറച്ച് പാർട്സ് ഉണ്ടല്ലോ, അതൊക്കെ എടുത്തു ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. സൗണ്ടൊക്കെ കേട്ടോ. തീ കുറച്ചിട്ട് കേട്ടോ, കരിഞ്ഞാലും.
ഓക്കെ, ഇനി ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം ഫൈനൽ ലുക്ക്. ഇത് നല്ല റെഡ് കളറാണ് കേട്ടോ. ഇത് നോക്കിയിട്ട് ഒരുമാതിരി ബ്രോസ്റ്റഡ് കണക്കിരിക്കുന്നു. അപ്പോൾ ഇതാണ് കാർത്തിക് സൂര്യ പറഞ്ഞ ചിക്കൻ ഫ്രൈ. എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. ഇത് എന്തൊക്കെ തൂങ്ങി കിടക്കുന്നു. കഴിച്ചു നോക്കാം. ജ്യൂസിയാണ്, ജ്യൂസി. ജ്യൂസി ചിക്കനാണ്. അതിലിട്ട് ലിവർ കൊള്ളാം. ലിവറും കൊള്ളാം. ഗൈസ് നന്നായിട്ടുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും സംഗതി സൂപ്പറാണ് കേട്ടോ. നമുക്കിത് ഫിനിഷ് ചെയ്യട്ടെ. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യുക. നിങ്ങളുടെ വിശേഷങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ പറയൂ ഗൈസ്. ഓക്കെ, ബൈ ബൈ. നാളെ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.